മോനെ കൂടാതെ നമുക്കൊരു മോളും കൂടി വേണം ദേവിന്ന് മുകുന്ദേട്ടനെ ആദ്യം പറഞ്ഞിട്ടില്ലേ? ദൈവം നമുക്ക് അന്ന് മോളാ മുകുന്ദേട്ട. അവള് ആർക്കെന്ത് വിഷമുണ്ടായാലും അവൾ അവിടെ എത്തും. ചോദിക്കാതെ അവൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യും. ഒരിക്കലെങ്കിലും മുകുന്ദേട്ടൻ അവളെ കാണാൻ കഴിയുമെന്ന് കരുതിയതാണോ? കണ്ടില്ലേ മുകുന്ദേട്ട നമ്മുടെ മോളെ? അവളെ വീടിന്റെ പ്രകാശ. ഇരട്ടത്ത് കഴിയുന്ന അച്ഛനും അവള് പ്രകാശമായി. ഹലോ, സംസാരം കഴിഞ്ഞെങ്കിൽ വേഗം പോന്നോളൂ. മുറി പൂട്ടാനാ, അല്ലെങ്കിൽ ആള് കൂടുവേ. പിന്നെ ഫോൺ ഞാൻ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മോളെ, അമ്മ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ അമ്മയെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. വീണ്ടും വീണ്ടും നിനക്ക് ഞാൻ കടപ്പെട്ടിരിക്കുകയാണല്ലോ മോളെ. മകളല്ലേ അമ്മയ്ക്ക് കടപ്പെട്ടിരിക്കണ്ടേ? പൊടി പിടിച്ച് മുറിയിലിരുന്നിട്ട് അമ്മയ്ക്ക് അസുഖം വന്നത്. ഇനി ആരും അറിയാതെ ഞാൻ മുറി വൃത്തിയാക്കിക്കോളാം. അമ്മയ്ക്ക് വിളക്കും വയ്ക്കാം. സത്യത്തിൽ നീ ആരാ മോളെ? എങ്ങനെ നീ എനിക്ക് സ്വന്തമായത്? അതിനുത്തരം പറയാൻ ഞാൻ ആളല്ലമ്മേ. ഞാൻ അമ്മയുടെ സ്വന്തം മോളെ തന്നെ. ദൈവം എന്നെ എന്റെ അമ്മയുടെ അരികിൽ എത്തിച്ചു. അപ്പച്ചി, ഈ ദിവസങ്ങളിലൊക്കെ അപ്പച്ചി ഓഫീസിലുണ്ടായിരുന്നല്ലേ? എന്നിട്ട് ഗൗതമിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? എടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. അല്ല, ഏകപക്ഷീയമായിട്ട് ഒരാളെ മാത്രം പ്രതികൂട്ടിലാക്കാൻ പറ്റില്ലല്ലോ സഞ്ജു. ഗൗതം കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളല്ലേ? എന്താ തൊഴിലാളികൾ വിയർപ്പൊഴുക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ? ജീവൻ പണയം വെച്ചാ അവർ ഉയരത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന. AC റൂമിൽ ഇരിക്കുന്നവര് അത്രത്തോളം ഒന്നും ചെയ്യുന്നില്ല. മാധവേട്ടൻ 35 വർഷത്തിന് പുറത്ത് ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാ. അയാളെ ഗൗതം തല്ലിയത്. അല്ല, ആരാ ഈ ഗൗതം? എനിക്കറിയില്ല അയാൾ ആരാന്ന്. അയാളെ നമ്മൾ എന്തിനു പ്രൊട്ടക്ട് ചെയ്യണം? അയാളെ ലൈനിൽ കിട്ടിയോ? ഈ പ്രശ്നം നീണ്ടുപോകാൻ കാരണം അതാ സഞ്ജു. ഹീസ് ഓൺ ലീവ്. ഫാമിലിക്കൊപ്പം വേളാങ്കണ്ണിക്ക് പോകുന്ന റീസൺ പറഞ്ഞത്. മനസ്സാണ് നന്നാവേണ്ടത്, അല്ലാതെ ദൈവത്തെ തേടി പോവല്ല. അയാളെ പിരിച്ചുവിടാതെ കോംപ്രമൈസ് പ്രതീക്ഷിക്കണ്ട. അത് പോസിബിൾ അല്ല. വൈ? അയാളെ ന്യായീകരിച്ചും ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാളെ ന്യായീകരിക്കുന്നത് അപ്പച്ചി മാത്രമാ. എന്തിനാ അപ്പച്ചി ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന അയാൾക്ക്? അയാളുടെ കഴിവ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട്. ഇനി നമ്മൾ അയാളെ ഒഴിവാക്കിയാൽ എതിർ ഗ്രൂപ്പ് ഗൗതമിനെ സ്വീകരിക്കും. വെട്ടികളാവുന്നത് നമ്മളായിരിക്കും. ഞാൻ ബുദ്ധിപൂർവ്വം നീങ്ങുമ്പോൾ സഞ്ജു ഇമോഷണൽ ആവുന്നു. മോനെ, ബിസിനസ്സിൽ സെന്റിമെന്റ്സിന് ഒരു അതിർത്തി രേഖയുണ്ട്. അതിനപ്പുറം നമ്മൾ പോവരുത്. അയാൾ എവിടെ ഉണ്ടെങ്കിലും ഇന്ന് പ്രശ്നം നടക്കുന്ന വർക്ക് സൈറ്റിൽ എനിക്ക് അയാളെ കിട്ടണം. അതിന് വേണ്ടത് അപ്പച്ചി ഉടൻ ചെയ്യും. ഇവനോട് ചോദിച്ചാലോ?
ഗുണമുള്ളതൊന്നും ഇവനിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. രാജു, രാവിലെ തന്നെ മേക്കപ്പ് ഇട്ട് ദിനേശങ്ങൾ ഇറങ്ങിയല്ലോ. ടൂർ വല്ലതും ഉണ്ടോ? നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറടാ. ഓ, എനിക്കങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. നമ്മളെ വെറുതെ വിട്ടേര്. ഇടാ, അമ്മു ശരിക്കും എവിടേക്കാ പോയത്? ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. അവള് മൂന്നാറിലൊരു ഫാക്ടറിയില് ജോലി കിട്ടി പോയതാ. സഞ്ജു അവിടെ ചെന്നാണോ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ മൂന്നാറിൽ പോയവളെ കാസർഗോഡ് ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? അതല്ലടാ, അവള് പോയ ഫാക്ടറിയിൽ ചെന്നാണോ അവൻ കൂട്ടിക്കൊണ്ടുവന്നെന്നാ ചോദിച്ചത്. സ്വാതി പറഞ്ഞൊന്നും ദിനേശങ്ങൾ കേട്ടില്ലേ? കേട്ടു. എന്നാലും അമ്മ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ആ, അമ്മ അവിടെ ജോലിക്ക് കയറി. കുഴപ്പമില്ലാത്ത ജോലിയാണെന്നാ പറഞ്ഞത്. ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഒക്കെ കിട്ടും. അവൾ അവിടെ സമാധാനത്തോടെ കഴിയുമ്പോഴാ സഞ്ജു മണത്തെറിഞ്ഞ് അവിടെ ചെന്നത്. പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ അമ്മൂനോട് തന്നെ ചോദിക്കും. എനിക്ക് മാർക്കറ്റിൽ പോണം. എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവൻ അങ്ങനെ വിടാൻ പാടില്ല. നീ ഓട്ടോ പിടിച്ചല്ലേ പോകുന്നേ? ഞാനും ഉണ്ടാ കൂടെ. ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി, ഇവളെവിടെ പോയി? ശ്രീകുട്ടി മോളെ. എന്താ മോളെ? ശ്രീകുട്ടി മുകളിലൊന്നും കണ്ടില്ല. അവള് താഴോട്ട് വന്നു വെച്ചാ? ഞാൻ അവളെ കണ്ടില്ല. സഞ്ജുവിന്റെ കൂടെ അവള് പോയല്ലോ. അവളുടെ കൂട്ടുകാരിയുടെ അച്ഛന് വീണ്ടും എന്തോ സർജറി ഉണ്ടെന്ന് കാവേരിയോട് പറയുന്നത് കേട്ടു. ടെൻഷനായിട്ടാ ശ്രീകുട്ടി പോയത്. അമ്മേ, ഞാൻ ചേച്ചി വിളിച്ചു. ചേച്ചി ഹോസ്പിറ്റലിലെത്തി. എന്താ കാര്യം? അതച്ഛാ, ആവശ്യമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കാൻ ഡോക്ടർ ഒരു മെഡിസിൻ കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കുറവുണ്ട്. അത് രാജുവിനെ വിട്ട് വാങ്ങാന്ന് കരുതിയ. പ്രിസ്ക്രിപ്ഷൻ ആരുടെ കയ്യിലെന്ന് അറിയില്ല. അത് അമ്മയുടെ മുന്നേ കാറിലാണെന്ന് ചേച്ചി പറഞ്ഞു. ആദ്യം ഞാൻ വിളിച്ചത് സഞ്ജുവിനെയാ. അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ പോയിരിക്കുന്നത് സമരം നടക്കുന്ന സൈറ്റിലേക്കാ. ഫോൺ കാറിലായിരിക്കും. നീ വിളിച്ച അവൻ എടുക്കാതിരിക്കൂ. അവൻ അറിഞ്ഞു കാണില്ല. അമ്മ വൈകാതെ മരുന്ന് കഴിക്കുന്നതാ നല്ലത്. അല്ല, രാജു ഇവിടെ? അവന് സഞ്ജുവിന്റെ അടുത്തേക്ക് വിടാം. ആ, രാജു മാർക്കറ്റിലേക്ക് പോയല്ലോ. നീ ഇത് കുറച്ച് നേരത്തെ പറയണ്ടേ ശ്രീദേവി? നേരത്തെ വാങ്ങി വെക്കേണ്ടതായിരുന്നു. അമ്മേ, ഡിസ്ചാർജ് ആയിട്ടാ ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തത്. അമ്മേ, ഞാൻ പോയി അതും പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചിട്ട് വേഗം വരാം. അതിന് നിനക്ക് വർക്ക് സൈറ്റ് അറിയോ? ഓഫീസിലേക്കല്ല പോണ്ടത്. മാത്രല്ല, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സൈറ്റ് ഏതാണെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. ഞാൻ മുമ്പൊരിക്കൽ അവിടെ പോയിട്ടുണ്ട്. കുറച്ചു ദൂരേ ഉള്ളൂ. എന്നോട് പോവാൻ ചേച്ചി പറഞ്ഞു. എന്നാലും നീ പോണ്ട. നീ പോയിട്ട് വാ മോളെ. സഞ്ജു വരാൻ രാത്രിയെങ്കിലും ആകും. ശ്രീദേവി, നീ വേഗം മെഡിസിൻ കഴിക്കാൻ നോക്കും. അതച്ഛാ, പ്രശ്നം നടക്കുന്ന സ്ഥലമായതുകൊണ്ട്. അതിന് എന്നെ ആരും ഉപദ്രവിക്കാനൊന്നും വരില്ല അമ്മേ. അമ്മ സമാധാനായിട്ടിരിക്കെ. മരുന്നും വാങ്ങി ഞാൻ ഉടനെ വരാം. ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. നിനക്ക് ഒരു ടെൻഷനും വേണ്ട. അമ്മ മിടുക്കിയ. 3-6 വരെ തനിച്ചു പോയവളാ അവള്. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. വിജയം വരെയും സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഈ ഗുലാബ്, ഈ ഗുലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക, മാനേജ്മെന്റ് നീതി പാലിക്കുക. ഈ ഗുലാബ് സിന്ദാബാദ്, മാനേജ്മെന്റ് നീതി പാലിക്കുക. നിങ്ങൾ ഈ മുദ്രാവാക്യം വിളി നിർത്ത്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. മതിയേട്ടാ, വാ വാ വാ, എല്ലാരും വാ. എന്താ സാറേ പറയാനുള്ളേ? ഈ വിഷയത്തിനൊരു പരിഹാരം കാണാനാ MD നേരിട്ട് വന്നത്. ചേട്ടാ, വണ്ടി തിരിച്ചിട്ടോ, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോട് നേരിട്ട് പറയാം. ഒരു കാലത്തും കമ്പനി തൊഴിലാളികളെ ദ്രോഹിച്ചിട്ടില്ല. അതൊക്കെ അറിയാം സാറേ. കാര്യങ്ങളൊക്കെ ഇപ്പൊ പഴയതുപോലെ അല്ല പോകുന്നത്. ശരിക്കുള്ള പ്രശ്നം എന്താ? മാധവേട്ടനെ ഈ നിൽക്കുന്ന ഗൗതം തല്ലിയെന്നുള്ളതാണോ? അത് ഞങ്ങളുടെ വിഷയമല്ല. ശരിക്കുള്ള പ്രശ്നം തുടങ്ങുന്നത് അതിനു മുൻപാ. സൈറ്റ് മാനേജർ മാധവൻ തൊഴിലാളി വഞ്ചന. അയാളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം. ശരിക്കുള്ള പ്രശ്നം സാറിന് അറിയില്ല. മാധവൻ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. വർക്ക് ഈ സൈറ്റിൽ പണിയുമ്പോഴാ അപകടം ഉണ്ടാകുന്നത്.
ഹോസ്പിറ്റൽ ചെലവ് 2 ലക്ഷം രൂപയായി. 30 ദിവസം ജോലി ചെയ്യാനും കഴിഞ്ഞില്ല. അതും ചേർത്ത് നഷ്ടപരിഹാരം കിട്ടണം. അതാ ഞങ്ങളുടെ ഡിമാൻഡ്. സാറേ, വർക്കി അന്ന് സൈറ്റിലുണ്ടായിരുന്നില്ല. 2-3 തൊഴിലാളികളെ അന്ന് സൈറ്റിലുണ്ടായിരുന്നുള്ളൂ. ഞാനത് പറഞ്ഞേനാ അന്ന് ഗൗതം സാർ എന്നെ കയ്യേറ്റം ചെയ്തത്. ഇവിടെ CCTV ഇല്ലേ? ഇല്ല സർ. മാധവൻ പറഞ്ഞ പച്ചക്കള്ളവാ. അന്ന് ഈ സൈറ്റില് തൊഴിലാളികൾ കുറവായിരുന്നു എന്നുള്ള സത്യമാ. ഗൗതം സാർ വർക്ക് ഇവിടെ വെച്ച് കണ്ടതുമാണ്. സത്യം അതല്ല. തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് തന്നെ കിട്ടണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. മാധവൻ തൊഴിലാളികളെ കമ്പനിക്കെതിരെ തിരിച്ചുവിടാനാണ് നോക്കുന്നത്. ഇയാളെ സൈറ്റ് മാനേജർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഞാൻ കവിതാ മാഡത്തിന് റിപ്പോർട്ട് കൊടുത്തതാ. കമ്പനി ഉദ്യോഗസ്ഥൻ തന്നെ സത്യം പറയുന്ന നിലയ്ക്ക് ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? തൊഴിലാളി ഐക്യം, ഈ ഗുലാബ് അവകാശങ്ങൾ നേടിയെടുക്കും. ഈ ഗുലാബ് മാനേജ്മെന്റ്, ഈ ഗുലാബ്. മാധവേട്ടൻ ഒന്ന് വാ. ഞാൻ സത്യ സാറേ പറഞ്ഞത്. ഒന്ന് വാ മാധവേട്ട. ഗൗതം താനോട് നിൽക്ക്. അദ്ദേഹം മാറിപ്പോയല്ലോ. ഇപ്പൊ ചെന്ന് ദേഷ്യപ്പെടും. എന്താണോ വർക്കി തനിക്ക് ഈ നേരം പറയാനുള്ളത്? MD നേരിട്ട് വരുമെന്ന് തന്നോട് ഞാൻ പറഞ്ഞല്ലേ. സത്യാവസ്ഥ അറിയാത്ത തൊഴിലാളികൾ ഇപ്പൊ തന്റെ കൂടെയാണ്. അവരെ തെറ്റിദ്ധരിപ്പിച്ച ഇപ്പൊ തന്റെ കൂടെ കൂട്ടിയേക്കുന്നത്. അതല്ല നേതാവേ, കള്ളുകുടിച്ച് ബൈക്കിൽ നിന്ന് വീണല്ലേ എനിക്ക് പരിക്ക് പറ്റിയത്. 10-30 ദിവസം ചികിത്സയിലുമായിരുന്നു. താനത്തെ കാശ് കിട്ടാൻ മുമ്പ് കുമ്പസാരിക്കണം. ചികിത്സാ ചെലവ് 2 ലക്ഷം രൂപയും തന്റെ 30 ദിവസം ശമ്പളം ചേർത്ത് നല്ലൊരു തുക കൈവരാൻ പോന്നു. തന്റെ ഭാഗ്യത്തിനാ അന്ന് സൈറ്റിലുണ്ടായിരുന്നവർ തന്റെ കൂടെ നിന്നത്. പിന്നെന്താ ഇപ്പോ? എന്റെ പേടി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് എന്തിനാണെന്ന് പുറത്താവുമെന്നാ. ചികിത്സയുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അതിൽ സത്യം ഉണ്ടാവില്ലേ? കള്ളുകുടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആയെന്ന് വരെ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടെന്നാ മോൻ പറഞ്ഞത്. സത്യം പുറത്തായ എന്നെ ജീവനോട് വച്ചേക്കില്ല. തന്റെ ഡിസ്ചാർജ് സമ്മറി ആരാ ചോദിച്ചത്? താനേ പറഞ്ഞതുപോലെ അങ്ങ് ഉറച്ചു നിന്നാ മതി. കിട്ടുന്നതിന്റെ പകുതി എനിക്ക് വേണം. അത് നമ്മൾ തമ്മിലുള്ള കരാറാണ്. പിന്നെ അന്ന് സൈറ്റിലുണ്ടായിരുന്ന 3 പേർക്ക് താൻ 10,000 രൂപ വെച്ച് കൊടുത്തേക്കണം. താൻ വാ, MDയും കൂട്ടി ഇപ്പോൾ വരും. ഈ പ്രശ്നം തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. ഇവളെന്തിനാ ഇവിടേക്ക് വന്നത്? മനു, നീ അവരോട് സംസാരിക്കും. ഞാനിപ്പോ വരാം. ശരി, വാ. ഓ, അവന്റെ പിന്നാലെ തന്നെ അവളും ഉണ്ടല്ലോ. ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ? അല്ലെങ്കിൽ എന്തിന് ഇവളുടെ സമരപന്തലി വരണം? ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടുത്തെ വിവരങ്ങൾ അറിയില്ലേ നീ വന്ന്? അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഇത് സമരപന്തല. അതിന് എനിക്കെന്താ? ഒരാവശ്യം വന്നാ വരാതിരിക്കാൻ പറ്റുമോ? എന്താ നിന്റെ ആവശ്യം? അമ്മ നിങ്ങളെ എത്ര നേരമായി വിളിക്കുന്നു. കിട്ടാതെ വന്നപ്പോഴാ ഞാൻ വന്നത്. നീ കാര്യം പറ. ഫോൺ കാറില. ഡിസ്ചാർജ് ചെയ്ത ശേഷം അമ്മയ്ക്കൊരു മരുന്ന് ഡോക്ടർ എഴുതി തന്നത് ഓർമ്മയുണ്ടോ? ആ മരുന്നിന്റെ കുറിപ്പ് വേണം. അത് നിങ്ങളുടെ കാറിലുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. എന്താ അമ്മയ്ക്ക് സുഖക്കുറവുണ്ടോ? അതല്ലേ കുറിപ്പടി വാങ്ങാൻ ഞാൻ വന്നത്. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. നീ ഇപ്പൊ തന്നെ മെഡിസിൻ വാങ്ങിപ്പോക്കോ. അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ആ, ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അത് ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഞാൻ പോയിക്കോളാം. ആ പിന്നെ ആ ഫോണൊന്നെടുത്ത് ഒന്ന് തുറന്നു നോക്കണേ. ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാനുള്ളത് അതിലുണ്ട്. പോട്ടെ MD സാറേ. അവളെന്താ അങ്ങനെ പറഞ്ഞ?
ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. കോംപ്രമൈസ് ആവുന്ന ലക്ഷണമൊന്നുമില്ല. നഷ്ടപരിഹാരം കമ്പനി കൊടുത്തേ പറ്റൂ. അതങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞേക്കേ. പക്ഷെ മാധവേട്ടൻ പറയുന്നൊന്നും നീ വിശ്വസിക്കരുത്. ഓക്കെ, അവർക്ക് വേണ്ടത് ഞാൻ കൊടുക്കാന്ന് പറ. ഈ ബഹളം ഒന്ന് നിർത്തി കിട്ടിയാൽ മതി. മാനേജ്മെന്റ് നീതി പാലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. നിങ്ങളൊന്ന് നിശബ്ദരാകൂ. നിങ്ങളുടെ ഡിമാൻഡൊക്കെ കമ്പനി അംഗീകരിച്ചു. എന്ത് ചെയ്യാനും തയ്യാറാണ്. വിജയിച്ചേ, വിജയിച്ചേ, തൊഴിലാളി സമരം വിജയിച്ചേ. സൈറ്റിൽ വെച്ച് ഒരു തൊഴിലാളിക്ക് അപകടം ഉണ്ടായാലും പുറത്തു വെച്ച് സംഭവിച്ചാലും കമ്പനി അവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. സൈറ്റ് മാനേജർ തെറ്റായ വിവരം പറഞ്ഞതുകൊണ്ടാണ് ഇതൊരു സമരത്തിലേക്ക് പോയത്. വർക്കിയുടെ ചികിത്സാ ചെലവ് 2 ലക്ഷം രൂപയും 30 ദിവസത്തെ മുഴുവൻ ശമ്പളവും പിന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള സഹായമായി 1 ലക്ഷം രൂപയും ഇന്ന് തന്നെ വർക്കിക്ക് ഓഫീസിൽ വന്ന് വാങ്ങാം. കമ്പനിക്ക് ഇൻഷുറൻസ് ഉള്ള നിലയ്ക്ക് വർക്ക് ഈ ട്രീറ്റ്മെന്റ് സമ്മറി നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ട്രീറ്റ്മെന്റ് സമ്മറി കയ്യിലില്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞാലും മതി. അതിന്റെ തൊഴിലാളികളെ വിശ്വാസമില്ലാത്ത പോലെ. തൊഴിലാളികളെ വിശ്വാസമുണ്ട്. അവരുടെ ചോര ഊറ്റി കുടിക്കുന്ന നിന്നെ പോലുള്ള തൊഴിലാളി നേതാക്കളെ എനിക്ക് വിശ്വാസമില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ സൈറ്റിൽ കയറി ആളാവാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് കൂടി നീ അറിയണമായിരുന്നു. കണ്ടോ? ഓടിക്കോ. നോക്ക്, എല്ലാവരും കണ്ടല്ലോ. പണിക്ക് വരാതെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാ നിങ്ങൾ കമ്പനിക്കെതിരെ സമരം ചെയ്ത്. കിട്ടുന്നതിൽ പകുതി നിങ്ങളുടെ നേതാവിനും. ഞങ്ങളോട് ക്ഷമിക്കണം സാർ. അന്ന് ഞങ്ങൾ മറ്റൊരു സൈറ്റിലായതുകൊണ്ട് ഇത് വിശ്വസിച്ചു. തെറ്റു തിരുത്തി തരാൻ ആരും ഉണ്ടായിരുന്നില്ല. മനു, വാ. എന്തായി? സഞ്ജു മുട്ടുകുത്തിയോ? തൊഴിലാളികൾ അവന്റെ മുന്നിലാ മുട്ടുകുത്തിയത്. ആ പെണ്ണുണ്ടല്ലോ അമ്മു, അവൾ അവനെ കാണാൻ ഈ വർക്ക് സൈറ്റിൽ ഇവിടെ വന്നു. അവരൊന്നും സംസാരവും ഉണ്ടായി. അതുവരെ കൈവിട്ട് നിന്ന സഞ്ജു മറ്റൊരാളായി. യൂണിയൻ നേതാവിനെ സഞ്ജു ഷർട്ടി തൂക്കിയെടുത്ത് ഒരു വീഡിയോ കാണിച്ചു. സമരം അവിടെ പൊളിഞ്ഞു. നേതാവ് ജീവനും കൊണ്ട് കടന്നു കളഞ്ഞു.